എടാ കനത്ത മഴ കേരളത്തിൽ ആകമാനം പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനോടകം തന്നെ നമ്മളെ ഗവൺമെന്റ് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അതേപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ 3 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പ്രഖ്യാപിച്ചത് മലപ്പുറം ആയിരുന്നു, പിന്നെ പത്തനംതിട്ട പ്രഖ്യാപിച്ചു, ഇപ്പോൾ കോഴിക്കോട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇതിനോടകം കണ്ണൂർ ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ തളിപ്പറമ്പ് അടക്കമുള്ള ഒരു 3 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇതിനോടകം സാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച 10 ജില്ലകളിൽ 3 ജില്ലകളിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു ജില്ലയിൽ പകുതിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപനം കഴിഞ്ഞു. കണ്ണൂരാണ് പകുതിയായിട്ടുള്ളത്. ഇനി 6 ജില്ലകളിൽ എന്ത് ചെയ്യും, ഈ സമയത്തിനകം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ 2:30 അതേപോലെ തന്നെ 6 മണിക്കൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു അടുത്ത സമയത്തിനകം തന്നെ എന്ത് ചെയ്യും, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, ഒരു അപ്ഡേഷൻ വരും. ഒരു കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾക്ക് പല ആളുകൾക്കും ഇപ്പോൾ സ്കൂളുകളൊന്നും ഉണ്ടാവില്ല, ഓണം എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു ബോധ്യം കാര്യങ്ങളൊക്കെ സാറിന് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ MS സൊല്യൂഷൻ എന്നുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സാഹചര്യം, ഈ ഒരു സമയവും സന്ദർഭമൊക്കെ കണക്കിലെടുത്തിട്ട് ഓണപരീക്ഷ മാറ്റി വെക്കണമെന്നും അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും പ്രവർത്തിക്കുന്ന സ്ഥലത്തെങ്കിലും കുട്ടികളുടെ ഓണപരീക്ഷയുടെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം MS ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഇതിനോടകം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു മാരത്തോൺ റിവിഷൻ നമ്മളിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, സ്കൂളുകളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചിടുന്ന സമയത്ത്, ട്യൂഷൻ സെൻറ്റർ പോലും അടച്ചിരുന്ന സമയത്ത്, എൻ്റെ മക്കളൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ കിരണമായിട്ടായിട്ടാണ് എന്തായിട്ടുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എപ്പോഴും എല്ലാവരും എന്ത് ചെയ്യുക, അലേർട്ടായിരിക്കുക. ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവധിയൊക്കെ തരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മളെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ സ്വയം എന്ത് ചെയ്യുക, രക്ഷകരായിട്ട് തന്നെ നിലനിൽക്കുക. അപ്പോൾ അത്ര കാര്യങ്ങൾ സാറിന് പറയാനുള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ എന്ത് ചെയ്യും, ഉടൻ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ സാറ് വരും, ഉടൻ അറിയിക്കുക കേട്ടോ.